തിരുവനന്തപുരം കിഴക്കേക്കോട്ടയിൽ അപകടത്തിൽപ്പെട്ട ബസ്സുകളിൽ ഗുരുതര നിയമലംഘനം. ഫിറ്റ്നസ് ഇല്ലാതെയാണ് KSRTC ബസ് സർവീസ് നടത്തിയത്. ഈ വർഷം മാർച്ച് 22-ന് ഫിറ്റ്നസ് അവസാനിച്ച KSRTC ബസിന്റെ ഇൻഷുറൻസും പുതുക്കിയിട്ടില്ല. 2020 ഏപ്രിൽ 28-ന് ഇൻഷുറൻസ് കാലാവധി അവസാനിച്ചു. ശാലിനി ചേരുന്നുണ്ട്. ശാലിനി, അതിദാരുണമായ ഒരു സംഭവമാണ് ഇന്നലെ 2 ബസ്സുകൾക്കിടയിൽ KSRTCയും അതുപോലെ തന്നെ പ്രൈവറ്റ് ബസ്സിനെയും ഇടയിൽപ്പെട്ട ഒരു ബാങ്ക് ജീവനക്കാരന് ജീവൻ നഷ്ടമായ ഒരു സംഭവം. പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് ഈ അപകടത്തിൽപ്പെട്ട KSRTC ബസ് ഫിറ്റ്നസ് പോലും ഇല്ലാതെയാണ് ഓടുന്നത് എന്നുള്ളതാണ്. നാഴിക്ക് 40 വട്ടം ഫിറ്റ്നസ്സും ഇൻഷുറൻസിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ പറയുന്ന ഗതാഗത മന്ത്രിയുടെ കീഴിലുള്ള KSRTC ബസ്സിലാണ് ഇൻഷുറൻസും ഫിറ്റ്നസ്സും ഒന്നുമില്ലാതെ സർവീസ് നടത്തുന്നത്. രജനി, അത് തന്നെയാണ്. ഇന്നലെ ഉച്ചയ്ക്ക് 1:30 തിരുവനന്തപുരം കിഴക്കേക്കോട്ടയിലെ പ്രധാനപ്പെട്ട നഗരവീഥിയിൽ ഒരു ബാങ്ക് ജീവനക്കാരന് ഈ 2 ബസ്സുകളുടെ ഇടയിൽപ്പെട്ട് സ്വന്തം ജീവൻ നൽകേണ്ടി വന്നിട്ടുള്ളത്. ദാരുണാന്ത്യം സംഭവിക്കുകയും ചെയ്തത്. ഉച്ചയ്ക്ക് ജോലിയുടെ ഇടവേളയിൽ പള്ളിയിൽ പോയി മടങ്ങി തിരികെ ജോലിയിലേക്ക് പ്രവേശിക്കാൻ എത്തുമ്പോൾ റോഡ് മുറിച്ച് കടക്കുന്നതിനിടയിലാണ് സീബ്ര ലൈനിൽ വെച്ച് തന്നെ ഇരു വാഹനങ്ങൾക്കും ഇടയിലേക്ക് ഇദ്ദേഹം ഞെരുങ്ങി അമർന്ന് മരിച്ചത്. പക്ഷേ ഇതിനുശേഷം ചില അഭ്യൂഹങ്ങൾ, ആരാണ് ഇതിലെ കുറ്റക്കാർ, ഏത് വാഹനമാണ് കുറ്റം ചെയ്തത്, ആരാണ് റോങ് ആയിട്ട് വന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഇപ്പോഴും ഒരു വ്യക്തത ഇല്ലാതിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പോലീസ് CCTV ദൃശ്യങ്ങളടക്കം പരിശോധിച്ച് അന്വേഷണം നടത്തുകയാണ്. രണ്ടും ഒരേ റൂട്ടിൽ വന്ന വാഹനങ്ങളാണ്. സ്വാഭാവികമായും ഒരു വാഹനം, പ്രൈവറ്റ് വാഹനം സ്റ്റാൻഡിലേക്ക് എന്തോ കയറുമ്പോഴാണ് ഈ അപകടം ഉണ്ടാകുന്നത്. അതേസമയം തന്നെ KSRTC ബസ് മുന്നോട്ടെടുത്തതും സീബ്ര ലൈനിലായിരുന്നു ആ വാഹനം പാർക്ക് ചെയ്തിരുന്നതും. അതായത് നടന്നു പോകാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. ഇതിനിടയിലാണ് നമ്മൾ ഈ ഇരു വാഹനങ്ങളുടെയും വിവരങ്ങൾ ശേഖരിച്ചത്. അതിൽ പ്രൈവറ്റ് വാഹനം, അതായത് സ്വകാര്യ ബസിന്റെ എല്ലാ രീതിയിലുള്ള രേഖകളും കൃത്യമാണ്. അതായത് അതിന്റെ ഇൻഷുറൻസ്, പെർമിറ്റ്, ഒപ്പം തന്നെ അതിന്റെ ഫിറ്റ്നസ് അടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തതയുണ്ട്. ഒപ്പം തന്നെ അതിന്റെ കാലാവധി ഇനിയുമുണ്ട്. അതേസമയം തന്നെ KSRTC ബസ്സുകൾ പല ഘട്ടങ്ങളിലും ഇത്തരത്തിൽ അപകടങ്ങൾ വരുത്തി വെച്ചതിന് ശേഷം കുറ്റക്കാർ ആ വാഹനമല്ല എങ്കിൽ തെളിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും പല വാഹനങ്ങളും ഈ നിയമങ്ങൾ കാറ്റിൽ പറത്തിയാണ് KSRTCയുടെ ഓടുന്നത്. രജനി സൂചിപ്പിച്ചതുപോലെ തന്നെ KSRTCയുടെ മന്ത്രി, ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ പലതവണയും ആവർത്തിക്കുന്നുണ്ട്, ഇത്തരത്തിൽ നിയമം ലംഘിച്ച് ഒരു രീതിയിലും ഇവിടെ ഒരു കാര്യവും ചെയ്യാൻ അനുവദിക്കില്ല. ഡ്രൈവർമാരുടെ കാര്യത്തിലാണെങ്കിലും വാഹനങ്ങളുടെ കാര്യത്തിലാണെങ്കിലും. പക്ഷേ അദ്ദേഹത്തിന്റെ വകുപ്പിലെ തന്നെ ഒരു വാഹനമാണ് ഇത്തരത്തിൽ വലിയ രീതിയിൽ ഗുരുതരമായിട്ടുള്ള കൃത്യവിലോപം നടത്തിയിരിക്കുന്നത്, അല്ലെങ്കിൽ നിയമം ലംഘിച്ച് നിരത്തുകളിൽ സർവീസ് നടത്തുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ M-പരിവാഹൻ ആപ്പിലൂടെ ആ വാഹനത്തിന്റെ വിവരങ്ങൾ ശേഖരിച്ചപ്പോൾ അതിന്റെ രജിസ്ട്രേഷൻ നടന്നിട്ടുള്ളത് 2009 ഫെബ്രുവരി 28 അതിന്റെ ഫിറ്റ്നസ് തീർന്നിരിക്കുന്നത്, അതായത് അത് നിലവിൽ ഫിറ്റ്നസ് ഇല്ലാതെയാണ് ഈ വാഹനം തിരുവനന്തപുരത്തിന്റെ ഹൃദയഭാഗത്തിൽ തിരക്കുള്ള റോഡിൽ സർവീസ് നടത്തുന്നത് എന്നുള്ളതാണ്. 2024, അതായത് ഈ വർഷം മാർച്ച് 22 ഈ വാഹനത്തിന്റെ ഫിറ്റ്നസ് പൂർത്തിയായിട്ടുണ്ട്, അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം അത് പുതുക്കാനോ അല്ലെങ്കിൽ വാഹനം ഓടാനുള്ള സാധ്യതകൾ ഉണ്ടോ, അല്ലെങ്കിൽ അതിന് ഏതെങ്കിലും തരത്തിലുള്ള കുഴപ്പങ്ങൾ ഉണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചിട്ട് ആ വാഹനത്തിന് ഫിറ്റ്നസ് നൽകിയിട്ടില്ല, അല്ലെങ്കിൽ ഫിറ്റ്നസ് ഇല്ലാതെയാണ് ഈ വാഹനം സർവീസ് നടത്തിയത് എന്നുള്ളത് ഗുരുതരമായിട്ടുള്ളൊരു തെറ്റാണ്. മറ്റൊന്ന്, ഈ വാഹനത്തിന്റെ ഇൻഷുറൻസിന്റെ കാര്യമാണ്. 2020 ഏപ്രിൽ 28 വാഹനത്തിന്റെ ഇൻഷുറൻസ് കാലാവധി കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം 4 വർഷമായി ഈ വാഹനം നിരത്തിൽ ഓടുന്നുണ്ട്, സർവീസ് നടത്തുന്നുണ്ട്. സിറ്റിയിലെ ഒരു പക്ഷേ ഭരണസിരാ കേന്ദ്രത്തിനൊക്കെ മുന്നിലൂടെ എപ്പോഴും പോകുന്ന ഒരു ബസ്സാണ്. ആ ബസ്സാണ് ഏകദേശം 4 വർഷത്തിലധികമായി ഈ വാഹനത്തിന് ഇൻഷുറൻസ് ഇല്ലാതെയാണ് ഈ വാഹനം ഓടുന്നത്. സ്വാഭാവികമായും ഏതെങ്കിലും തരത്തിലുള്ള അപകടത്തിലൊക്കെ പെടുകയാണെങ്കിൽ എന്തായിരിക്കും ഈ വാഹനത്തിന്റെ പിന്നീടുള്ള സ്ഥിതി, അല്ലെങ്കിൽ അതിലെ യാത്രക്കാരുടെയും ഒപ്പം തന്നെ ഇതിലെ ഡ്രൈവറുടെയും കണ്ടക്ടറുടെയും സ്ഥിതി എന്നുള്ളതാണ് നമ്മൾ കണ്ടറിയേണ്ടത്. എന്തായാലും PUCC വാലിഡ് ആ വാഹനത്തിന് ഉണ്ട്. ഒപ്പം തന്നെ പെർമിറ്റ് 2026 മെയ് 25 വരെയാണ് വാഹനത്തിന് പെർമിറ്റ് ഉള്ളത്. പക്ഷേ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള 2 കാര്യങ്ങൾ, ആ 2 നിയമങ്ങൾ ലംഘിച്ചുകൊണ്ടാണ്, അത് കാറ്റിൽ പറത്തിക്കൊണ്ടാണ് KSRTC സർവീസ് നടത്തുന്നത്. ഈ ഒരു KSRTCയുടെ വാഹനം മാത്രമല്ല, നിരത്തിൽ നിരവധി KSRTC വാഹനങ്ങളാണ് ഇത്തരത്തിൽ നിയമങ്ങൾ കാറ്റിൽ പറത്തി സർവീസ് നടത്തുന്നത്. ഇൻഷുറൻസുമില്ല, ഫിറ്റ്നസ്സുമില്ല. തിരുവനന്തപുരം കിഴക്കേക്കോട്ടയിൽ അപകടത്തിൽപ്പെട്ട ബസ്സുകളിൽ ഗുരുതര നിയമ ലംഘനമാണ് കണ്ടെത്തിയത്. ഫിറ്റ്നസ് ഇല്ലാതെയാണ് KSRTC ബസ് സർവീസ് നടത്തിയത്. ശാലിനിയാണ് വിവരങ്ങൾ പങ്കുവച്ചത്.